ഹരേ ഗുരുവായൂരപ്പ. ഇന്നലെ കണ്ണൻ അക്രൂരന് നൽകിയ ദിവ്യ ദർശനത്തെക്കുറിച്ചുള്ള കഥ കേട്ടു. ഇന്ന് നമുക്ക് കണ്ണനും സുഹൃത്തായ അർജുനനും ഗീതയുടെ അമൃതവചനം ആ കഥ കേൾക്കാം. എല്ലാം അറിയുന്നവൻ പോലും സ്നേഹിതന്റെ സാരഥിയായി. കുരുക്ഷേത്രത്തില് മഹായുദ്ധം ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഒരു വശത്ത് പാണ്ഡവർ, മറുവശത്ത് കൗരവർ. അങ്ങനെ രണ്ട് സൈന്യങ്ങളും യുദ്ധത്തിനായി തയ്യാറായി നിന്നു. അർജുനൻ തന്റെ രഥത്തിൽ നിന്നുകൊണ്ട് കണ്ണനോട് പറഞ്ഞു, കണ്ണാ, എന്റെ രഥം രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോകൂ. ആരൊക്കെയാണ് എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് കാണണം. കണ്ണൻ രഥം നടുവിൽ എത്തിച്ചു. അർജുനൻ ചുറ്റും നോക്കി. അവൻ കണ്ടത് ശത്രുക്കളെ മാത്രമല്ല, പിന്നെയോ തൻ്റെ പ്രിയപ്പെട്ട പിതാമഹൻ ഭീഷ്മനെ, പിന്നെ ഗുരുദേവായ ദ്രോണരെ, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കണ്ടു. അർജുനന്റെ കൈകൾ വിറച്ചു, കണ്ണുനീർ കണ്ണുകളിൽ നിറഞ്ഞു. അവൻ പറഞ്ഞു, കണ്ണാ, ഇവരെ എല്ലാം കൊന്ന് എനിക്ക് എന്ത് രാജ്യം വേണം? അവന്റെ ഗാന്ധീവം കയ്യിൽ നിന്ന് താഴേക്ക് വീണു. എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കണ്ണൻ സ്നേഹത്തോടെ അർജുനനെ നോക്കി. കണ്ണൻ അർജുനനെ ശാസിച്ചില്ല. അവന്റെ ദുഃഖം മനസ്സിലായി. പിന്നെ പറഞ്ഞു, അർജുന, നീ ഇപ്പോൾ കാണുന്നത് നിന്റെ ബന്ധുക്കളെയാണ്. പക്ഷേ നീ ചെയ്യേണ്ടത് ധർമ്മത്തിന്റെ വഴിയിലുള്ള നിന്റെ കർത്തവ്യമാണ്. കണ്ണൻ അവന് ആത്മാവിന്റെ സത്യവും കർമ്മത്തിന്റെ മഹത്വവും ഭക്തിയുടെ വഴിയും പറഞ്ഞു. അവൻ പറഞ്ഞു, നിനക്കുള്ള അവകാശം കർമ്മത്തിൽ മാത്രം, ഫലത്തിലല്ല. അർജുനന്റെ മനസ്സിലെ ആശയക്കുഴപ്പം പതുക്കെ മാറി. അവൻ വീണ്ടും കണ്ണനെ നോക്കി. കണ്ണാ, എനിക്കിനി സംശയമില്ല. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ കണ്ണൻ പുഞ്ചിരിച്ചു. അവൻ അർജുനന്റെ സാരഥിയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അർജുനന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ കുരുക്ഷേത്രം പോലെയുള്ള സാഹചര്യങ്ങൾ വരും. എന്ത് ചെയ്യണമെന്നറിയാതെ നാം തളരും. അപ്പോൾ കണ്ണന്റെ ഒരു വാക്ക് നമുക്ക് ഓർക്കാം. കർത്തവ്യം ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഭയം വിട്ടുകളയുക. നമ്മൾ സത്യസന്ധമായി ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കി കണ്ണന്റെ കൈകളിൽ സമർപ്പിക്കുക. അർജുനന്റെ രഥത്തിന്റെ സാരഥിയായ കണ്ണൻ നമ്മുടെ ജീവിത രഥത്തിന്റെയും സാരഥിയാകട്ടെ. ഇന്ന് നമുക്ക് പറയാം, കണ്ണാ, എൻ്റെ ജീവിത രഥത്തിന്റെ സാരഥി നീ ആകണമേ. എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ. ഭയപ്പെടുമ്പോൾ ധൈര്യം നൽകണമേ. ആശയക്കുഴപ്പത്തിൽ ജ്ഞാനം നൽകണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.